2023 ഡിസംബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ് ഏതാണ്? ഉത്തരം മിഷോങ്. ഇന്ത്യ വിയറ്റ്നാമിന് നൽകിയ യുദ്ധക്കപ്പൽ ഏതാണ്? ഉത്തരം INS കീർപ്പാൻ. അടുത്തിടെ അന്തരിച്ച പ്രശസ്ത എഴുത്തുകാരിയും സ്ത്രീകളുടെയും കുട്ടികളുടെയും ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന മഹിളാ സമാജം എന്ന സംഘടനയുടെ സ്ഥാപകയുമായിരുന്ന വ്യക്തി? ഉത്തരം KB ശ്രീദേവി. ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് നിലവിൽ വന്നത് എന്നായിരുന്നു? ഉത്തരം 2020 മാർച്ച്. ദേശീയ ബഹിരാകാശ ദിനം എന്നാണ്? ഉത്തരം ഓഗസ്റ്റ് 23. ഇന്ത്യയിലെ ആദ്യത്തെ ബഹുഭാഷാ നിർമ്മിത ബുദ്ധി പ്ലാറ്റ്ഫോം ഏതാണ്? ഉത്തരം കൃത്രിം. കേരളത്തിലെ ഏറ്റവും വലിയ വ്യവസായ എസ്റ്റേറ്റ് ഏതാണ്? ഉത്തരം പാലക്കാട് ജില്ലയിലെ കഞ്ചിക്കോട്. ഏത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായാണ് AI ചാറ്റ് ബോട്ടായ അയോണിനെ ഉപദേഷ്ടാവായി നിയോഗിച്ചത്? ഉത്തരം റൊമാനിയ. 2021 ഫോറസ്റ്റ് സർവേ റിപ്പോർട്ട് പ്രകാരം വനവിസ്തൃതി വർധന കൂടിയ സംസ്ഥാനം? ഉത്തരം ആന്ധ്രാപ്രദേശ്. ഇന്ത്യയിൽ ഉന്നത വിദ്യാഭ്യാസം നേടുന്ന പെൺകുട്ടികളുടെ എണ്ണത്തിൽ ഏറ്റവും മുന്നിലുള്ള സംസ്ഥാനം? ഉത്തരം കേരളം. അടുത്തിടെ നാറ്റോയുടെ 32ാമത്തെ അംഗമായ രാജ്യം ഏതാണ്? ഉത്തരം സ്വീഡൻ. 2024 ഏപ്രിലിൽ ഫോബ്സ് മാസിക പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ഏഷ്യയിലെ ഏറ്റവും വലിയ സമ്പന്നൻ? ഉത്തരം മുകേഷ് അംബാനി. സ്വിറ്റ്സർലാൻഡ് ആസ്ഥാനമായ IQ എയർ റിപ്പോർട്ട് 2023 പ്രകാരം ലോകത്തെ ഏറ്റവും അധികം വായു മലിനീകരണം നേരിടുന്ന 3ാമത്തെ രാജ്യം ഏതാണ്? ഉത്തരം ഇന്ത്യ. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന നിർദ്ദേശം പഠിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച സമിതിയുടെ അധ്യക്ഷൻ? ഉത്തരം രാംനാഥ് കോവിന്ദ്. രാജ്യാന്തര വനദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം മാർച്ച് 21. ഔദ്യോഗിക ജീവിയും പുഷ്പവും വൃക്ഷവും പക്ഷിയുമുള്ള ഇന്ത്യയിലെ ആദ്യ ജില്ല ഏതാണ്? ഉത്തരം കാസർഗോഡ്. ലോകത്തെ ആദ്യത്തെ നിർമ്മിത ബുദ്ധി സോഫ്റ്റ്വെയർ എഞ്ചിനീയർ? ഉത്തരം ഡെവിൻ. 2022 കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യ മെഡൽ പട്ടികയിൽ എത്രാം സ്ഥാനത്തായിരുന്നു? ഉത്തരം 4. നാസയും ഇസ്രോയും ചേർന്ന് വികസിപ്പിച്ച ഉപഗ്രഹം ചുവടെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? ഉത്തരം നിസാർ. ഇന്റർനെറ്റിലൂടെ നിയന്ത്രിക്കാവുന്ന ലോകത്തിലെ ആദ്യത്തെ റോബോട്ടായ കോ റോബോട്ട് നിർമ്മിച്ച രാജ്യം ഏതാണ്? ഉത്തരം ഇന്ത്യ.
2022 കടുവ സെൻസസ് പ്രകാരം ഇന്ത്യയിലെ കടുവകളുടെ എണ്ണം എത്രയാണ്? ഉത്തരം 3167. 2024 സുപ്രീം കോടതി എത്രാമത്തെ വാർഷികമാണ് ആഘോഷിക്കുന്നത്? ഉത്തരം 75. ഇന്ത്യയിലെ ദേശീയ പാർട്ടികളുടെ പട്ടികയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഉത്തരം CPI. 2024 ജനുവരിയിൽ ഇന്ത്യയുമായി വൈദ്യുതി വ്യാപാരം സംബന്ധിച്ച ദീർഘ കരാറിൽ ഒപ്പിട്ട രാജ്യം ഏതാണ്? ഉത്തരം നേപ്പാൾ. താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി. 2024 ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന്റെ ഭാഗ്യചിഹ്നമായ ഷീൻ ഇഷെ ഏത് മൃഗമാണ്? ഉത്തരം ഹിമപ്പുലി. ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളിലെ നീൽ ദ്വീപിന്റെ പുതിയ പേര് എന്താണ്? ഉത്തരം ഷഹീദ് ദ്വീപ്. ചാന്ദ്ര പര്യവേഷണത്തിനായി പെരഗ്രീൻ ബഹിരാകാശ പേടകം വിക്ഷേപിച്ച രാജ്യം? ഉത്തരം US. ചൊവ്വയെക്കുറിച്ചുള്ള പഠനത്തിനായി നാസ വിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന ദൗത്യം? ഉത്തരം മാഗി. ലോകത്തെ ഏറ്റവും നീളം കൂടിയ ഇരട്ട തുരങ്കപാത ഏതാണ്? ഉത്തരം സെല. അയുത്തേയ എന്ന നാവികസേന അഭ്യാസത്തിൽ പങ്കെടുത്ത രാജ്യങ്ങൾ ഏതെല്ലാമാണ്? ഉത്തരം ഇന്ത്യയും തായ്ലൻഡും. 2023 ഒക്ടോബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ചുഴലിക്കാറ്റ്? ഉത്തരം ഹമൂൺ. ജനവിശ്വാസ് ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കിയത് എന്നാണ്? ഉത്തരം 2023 ജൂലൈ 27. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആണവായുധ വാഹക ശേഷിയുള്ള അഗ്നി 5 മിസൈലിന്റെ പരീക്ഷണ നാമം? ഉത്തരം മിഷൻ ദിവ്യാസ്ത്ര. ചന്ദ്രയാൻ 3ന്റെ പ്രൊജക്ട് ഡയറക്ടർ ആരായിരുന്നു? ഉത്തരം P. വീരമുത്തുവേൽ. ലോക വന്യജീവി ദിനം എന്നാണ്? ഉത്തരം മാർച്ച് 3. 2023 കണക്കുകൾ പ്രകാരം ദേശീയ പാർട്ടികളുടെ എണ്ണം? ഉത്തരം 6. ദേശീയ യുവജന ദിനം ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം ജനുവരി 12. പാർസ് 1 ഉപഗ്രഹം ഭ്രമണപഥത്തിലെത്തിച്ച രാജ്യം? ഉത്തരം ഇറാൻ. ലോക വനദിനം ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം മാർച്ച് 21. ഗഗൻയാൻ ബഹിരാകാശ യാത്രികർക്കായി വിക്രം സാരാഭായ് സ്പേസ് സെന്റർ വികസിപ്പിച്ച ആപ്പ്? ഉത്തരം സഖി. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പച്ചത്തുരുത്തുകളുള്ള ജില്ല?
ഉത്തരം കാസർഗോഡ്. വൈക്കം സത്യാഗ്രഹത്തിന്റെ എത്രാമത്തെ വാർഷികമാണ് 2024 മാർച്ച് 30 ആചരിച്ചത്? ഉത്തരം 100. കേരളയിൽ കടന്നു പോകാത്ത ജില്ല താഴെ പറയുന്നവയിൽ ഏതാണ്? ഉത്തരം പാലക്കാട്. പൂർണ്ണമായും വനിതകൾ നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ഉപഗ്രഹം ഏതാണ്? ഉത്തരം വിസാറ്റ്. ചന്ദ്രനിൽ ഇറങ്ങിയ ആദ്യ സ്വകാര്യ പേടകം ഏതാണ്? ഉത്തരം ഒഡീസിയസ്. ഡോക്ടർ MS സ്വാമിനാഥന്റെ പേരിൽ പുനർനാമകരണം ചെയ്യുന്ന നെല്ല് ഗവേഷണ കേന്ദ്രം ഏതാണ്? ഉത്തരം മങ്കൊമ്പ്. ഇന്ത്യയുടെ ആദ്യ തദ്ദേശീയ ഹൈഡ്രജൻ ഇന്ധന ബോട്ട് നിർമ്മിച്ചത് എവിടെയാണ്? ഉത്തരം കൊച്ചിൻ ഷിപ്പ്യാർഡ്. 2023 ഭരണഭാഷാ പുരസ്കാരത്തിൽ മികച്ച ജില്ലയായി തിരഞ്ഞെടുക്കപ്പെട്ടത്? ഉത്തരം മലപ്പുറം. ഡെങ്കിപ്പനി കേസുകൾ അതിവേഗം വർദ്ധിക്കുന്നതിനാൽ അടുത്തിടെ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം? ഉത്തരം പെറു. 2024 75 വർഷം പൂർത്തിയാക്കിയ രാജ്യാന്തര സംഘടന ഏതാണ്? ഉത്തരം നാറ്റോ. കേന്ദ്ര സർക്കാരിന്റെ സ്മാർട്ട് സിറ്റി 2.0 പദ്ധതിയിലേക്ക് കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഏക നഗരം? ഉത്തരം തിരുവനന്തപുരം. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ തൂക്കുപാലം ഏതാണ്? ഉത്തരം സുദർശൻ സേതു. കേരള സംഗീത നാടക അക്കാദമി 2023 കലാരൂപമായി അംഗീകാരം നൽകിയത് എന്തിനാണ്? ഉത്തരം മിമിക്രി. കേരളത്തിലെ സ്ത്രീകൾ വികസിപ്പിച്ച ആദ്യ ഉപഗ്രഹം ഏതാണ്? ഉത്തരം വിസാറ്റ്. വിമാന അപകടത്തെ തുടർന്ന് ആമസോൺ വനത്തിൽ കുടുങ്ങിപ്പോയ കുട്ടികളെ രക്ഷിക്കാൻ നടത്തിയ ദൗത്യത്തിന് നൽകിയിരിക്കുന്ന പേര്? ഉത്തരം ഓപ്പറേഷൻ ഹോപ്പ്. ഇറച്ചിക്കായി നായ്ക്കളെ വളർത്തുന്നതും കശാപ്പ് ചെയ്യുന്നതും വിൽക്കുന്നതും നിരോധിച്ച രാജ്യം? ഉത്തരം ദക്ഷിണ കൊറിയ. ISROയുടെ പോയം 3 ചുവടെ പറയുന്നവയിൽ ഏതാണ്? ഉത്തരം സ്പേസ് പ്ലാറ്റ്ഫോം. ചുവടെ പറയുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി. 2024 മാർച്ചിൽ ഭാരത് ബയോടെക് ഇന്ത്യയിൽ ക്ലിനിക്കൽ പരീക്ഷണം ആരംഭിച്ച ക്ഷയരോഗ വാക്സിൻ ഏതാണ്? ഉത്തരം MTB വാക്. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ, കമ്മീഷണർമാർ എന്നിവരെ നിയമിക്കാനുള്ള സമിതിയിൽ നിന്നും ആരെ ഒഴിവാക്കുന്ന ബില്ലാണ് പാർലമെന്റ് പാസാക്കിയത്? ഉത്തരം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. 2024 മാർച്ചിൽ ലക്ഷദ്വീപിലെ മിനിക്കോയ് ദ്വീപിൽ കമ്മീഷൻ ചെയ്ത നേവൽ ബേസ്? ഉത്തരം INS ജഡായു.
പാർലമെന്റിന്റെ സുരക്ഷാ ചുമതല 2023 ഡിസംബറിൽ ഏറ്റെടുത്ത സുരക്ഷാ സേന ഏതാണ്? ഉത്തരം CISF. സഞ്ചാരികളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത്? ഉത്തരം ദുബായ്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ കേരളത്തിലെ പുതുക്കിയ വേതന നിരക്ക് എന്താണ്? ഉത്തരം 346 രൂപ. ഇന്ത്യയുടെ ആദ്യ സൗരദൗത്യമായ ആദിത്യ L1 വിക്ഷേപിച്ചത് എന്നാണ്? ഉത്തരം 2023 സെപ്റ്റംബർ 2. ജനങ്ങളുടെ ആവശ്യങ്ങൾ സ്വീകരിക്കാനായി പ്രജാപാലന പരിപാടി ആരംഭിച്ചത് ഏത് സംസ്ഥാനത്താണ്? ഉത്തരം തെലങ്കാന. കേരള ലോകായുക്ത ബില്ലിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് എന്നാണ്? ഉത്തരം 2024 ഫെബ്രുവരി 28. ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്ത ദിവസം? ഉത്തരം 2023 മെയ് 28. കേന്ദ്ര സർക്കാരിന്റെ നദീതട മാനേജ്മെന്റ് പദ്ധതിയിലേക്ക് തിരഞ്ഞെടുത്ത 6 നദികളിൽ കേരളത്തിൽ നിന്ന് ഉൾപ്പെട്ട നദി ഏതാണ്? ഉത്തരം പെരിയാർ. ഇന്ത്യയുടെ 2023-24 സാമ്പത്തിക വർഷത്തിലെ പ്രതീക്ഷിത സാമ്പത്തിക വളർച്ചാ നിരക്ക് എത്രയായിരുന്നു? ഉത്തരം 6.3%. ആദിത്യ L1 വിക്ഷേപണ വാഹനം? ഉത്തരം PSLV C-57. ചാന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ റോവർ അറിയപ്പെടുന്ന പേര്? ഉത്തരം പ്രാഗ്യാൻ. 15ാം കേരള നിയമസഭയിലെ ഏറ്റവും പ്രായം കൂടിയ അംഗം ആരാണ്? ഉത്തരം PJ ജോസഫ്. 2024 G20 ഉച്ചകോടി നടക്കുന്ന രാജ്യം ഏതാണ്? ഉത്തരം ബ്രസീൽ. സൈക്കോവ്-ഡി വാക്സിനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ഉത്തരം ലോകത്തെ ആദ്യ പ്ലാസ്മിഡ് DNA ബേസ്ഡ് കോവിഡ് വാക്സിനാണ് സൈക്കോവ്-ഡി വാക്സിൻ. ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിന്റെ ചൊവ്വ ദൗത്യത്തിന്റെ പേര്? ഉത്തരം മംഗൾയാൻ. താഴെ പറയുന്നവയിൽ സാഗർ പരികർമ്മേന പരിപാടിയുമായി ബന്ധമില്ലാത്തത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ. UN ജനറൽ അസംബ്ലി സുസ്ഥിര ഗതാഗത ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസം? ഉത്തരം നവംബർ 26. എത്ര കിലോമീറ്റർ നീളമുള്ള റൂട്ടുകളുടെ ശൃംഖലയാണ് കൊച്ചി വാട്ടർ മെട്രോ പദ്ധതി വിഭാവനം ചെയ്യുന്നത്? ഉത്തരം 78 കിലോമീറ്റർ. ആമസോൺ കാടുകളിലെ വനനശീകരണം കണ്ടുപിടിക്കുന്നതിനായി വിക്ഷേപിച്ച ആമസോണിയ 1 വിക്ഷേപണ വാഹനം? ഉത്തരം PSLV C-51. ദേശീയ വിദ്യാഭ്യാസ നയം യൂണിയൻ ക്യാബിനറ്റ് അംഗീകരിച്ചത് എന്നായിരുന്നു?
ഉത്തരം 2020 ജൂലൈ 29. ക്രിമിനൽ നിയമങ്ങളെ പരിഷ്കരിക്കുവാൻ 2023 സെപ്റ്റംബറിൽ പാർലമെന്റിൽ അവതരിപ്പിച്ച ബില്ലുകളിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ ഡി. 2022 ഇന്ത്യ ജസ്റ്റിസ് റിപ്പോർട്ട് പ്രകാരം നീതി നിർവഹണത്തിൽ ഏറ്റവും മുന്നിലുള്ള സംസ്ഥാനം. ഉത്തരം കർണാടക. വനിതാ സംവരണ ബിൽ ലോക്സഭ പാസാക്കിയ ദിവസം. ഉത്തരം 2023 സെപ്റ്റംബർ 20. 2023 G20 സമ്മേളനവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി. 2022-23 സാമ്പത്തിക വർഷത്തിൽ ഉൽപ്പന്നങ്ങൾക്ക് ഏറ്റവും കൂടുതൽ GI ടാഗുകൾ നേടിയ സംസ്ഥാനം. ഉത്തരം കേരളം. ഇന്ത്യയും ഏത് രാജ്യവും ചേർന്ന് നടത്തിയ മിലിറ്ററി അഭ്യാസമാണ് നൊമാഡിക് എലിഫന്റ്? ഉത്തരം മംഗോളിയ. ഏത് കേന്ദ്ര മന്ത്രാലയത്തിന് കീഴിലാണ് ഇ കെയർ പോർട്ടൽ ആരംഭിച്ചത്? ഉത്തരം ആരോഗ്യ കുടുംബക്ഷേമം. താഴെ തന്നിട്ടുള്ള പ്രസ്താവനകൾ പരിശോധിക്കുക. ഇതിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? ഉത്തരം ഓപ്ഷൻ ഡി. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഏറ്റവും നീളം കൂടിയ ഡബിൾ ഡെക്കർ വയഡക്ട് മെട്രോ നിർമ്മിച്ച് ഗിന്നസ് വേൾഡ് റെക്കോർഡ് സൃഷ്ടിച്ച മെട്രോ ഏതാണ്? ഉത്തരം നാഗ്പൂർ മെട്രോ. കേരള എഞ്ചിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം. ഉത്തരം പീച്ചി. ധനൂരി ഏത് രാജ്യത്തിന്റെ ആദ്യ ചാന്ദ്ര ദൗത്യമാണ്? ഉത്തരം ദക്ഷിണ കൊറിയ. ഏറ്റവും കൂടുതൽ കാലം നിയമസഭാ സാമാജികനായ വ്യക്തി ആരാണ്? ഉത്തരം ഉമ്മൻചാണ്ടി. ജലസേചനത്തിനായി തുമ്പൂർമുഴ ഡാം നിർമ്മിക്കുന്ന നദി ഏതാണ്? ഉത്തരം ചാലക്കുടി പുഴ. ആരുടെ ജന്മശതാബ്ദിയുടെ സ്മരണാർത്ഥമാണ് ഇന്ത്യൻ ധനമന്ത്രാലയം 100 രൂപ നാണയം പുറത്തിറക്കിയത്? ഉത്തരം വിജയരാജ സിന്ധ്യ. കോവിഡ്-19 പ്രതിരോധ മാസ്കുകളാക്കി മാറ്റി വാർത്തകളിൽ ഇടം നേടിയ ഗമോസ ഏത് സംസ്ഥാനത്തിന്റെ പാരമ്പര്യ ചിഹ്നമായ പരുത്തി ടവൽ ആണ്? ഉത്തരം ആസാം. താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക. ഉത്തരം മൂക്ക യമൻ. 2023-24 കേരള ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ സി. 2022 വിശ്വസുന്ദരി പട്ടം നേടിയ അൽബോണി ഗബ്രിയേൽ ഏതു രാജ്യക്കാരിയായിരുന്നു? ഉത്തരം US. 2023 ഏത് രാജ്യാന്തര വർഷമായാണ് UN പ്രഖ്യാപിച്ചത്? ഉത്തരം രാജ്യാന്തര മില്ലറ്റ് വർഷം. 2023 ഇന്ത്യയിൽ നിന്ന് യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഹൊയ്സാല ക്ഷേത്രങ്ങൾ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്?
ഉത്തരം കർണാടക. 2023 ജനുവരി 26 ഇന്ത്യയുടെ 74ാമത് റിപ്പബ്ലിക് ദിന ആഘോഷത്തിൽ മുഖ്യ അതിഥിയായി പങ്കെടുത്ത അബ്ദൽ ഫത്ത അൽ സിസി ഏത് രാജ്യത്തിന്റെ രാഷ്ട്രപതിയാണ്? ഉത്തരം ഈജിപ്റ്റ്. ഇന്ത്യയുടെ എത്രാമത്തെ റിപ്പബ്ലിക് ദിന ആഘോഷമാണ് 2023 നടന്നത്? ഉത്തരം 74. കേരള സർക്കാർ ആരംഭിച്ച കൊറോണ ഹെൽപ്പ് ലൈൻ നമ്പർ എത്രയാണ്? ഉത്തരം 1056. IT ആക്ട് 69A അനുസരിച്ച് ജൂണിൽ കേന്ദ്ര സർക്കാർ എത്ര ചൈനീസ് ആപ്ലിക്കേഷനുകളാണ് വിലക്കിയത്? ഉത്തരം 59. 2020 ഏപ്രിൽ 1 നിലവിൽ വന്ന ബാങ്ക് ലയനത്തോടു കൂടി ഇന്ത്യയിലെ പൊതുമേഖലാ ബാങ്കുകളുടെ എണ്ണം എത്രയാണ്? ഉത്തരം 12. 2023 ഒക്ടോബറിൽ മനുഷ്യരിൽ ബ്രൂസല്ല രോഗം റിപ്പോർട്ട് ചെയ്ത കേരളത്തിലെ ജില്ല ഏതാണ്? ഉത്തരം തിരുവനന്തപുരം. ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് പുല്ലുമേട് ദുരന്തം അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷൻ? ഉത്തരം ജസ്റ്റിസ് MR ഹരിഹരൻ നായർ. രാജ്യാന്തര ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ 2000 റൺസ് തികച്ച താരം? ഉത്തരം ശുഭ്മാൻ ഗിൽ. പുതിയ പാർലമെന്റ് മന്ദിരം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത് എന്നായിരുന്നു? ഉത്തരം 2023 മെയ് 28. ചാന്ദ്രയാൻ 2 ദൗത്യത്തിന് നേതൃത്വം നൽകിയ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയുടെ ചെയർമാൻ ആരായിരുന്നു? ഉത്തരം K ശിവൻ. 2021 ലോക പരിസ്ഥിതി ദിനത്തിന്റെ മുദ്രാവാക്യം എന്താണ്? ഉത്തരം പരിസ്ഥിതി പുനഃസ്ഥാപനം. ഏത് രാജ്യത്തെ സ്വാതന്ത്ര്യ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് ഉയർന്നു കേൾക്കുന്ന മുദ്രാവാക്യമാണ് വുമൺ ലൈഫ് ഫ്രീഡം? ഉത്തരം ഇറാൻ. താഴെ പറയുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി. എലിയുടെ ഭ്രൂണം ബഹിരാകാശത്ത് വളർത്തിയത് ഏത് രാജ്യക്കാരാണ്? ഉത്തരം ജപ്പാൻ. ഇന്ത്യൻ റിസർവ് ബാങ്ക് റിപ്പോർട്ട് പ്രകാരം ഗ്രാമീണ മേഖലയിൽ തൊഴിലാളികൾക്ക് ഏറ്റവും ഉയർന്ന വേതനം ലഭിക്കുന്നത് എവിടെയാണ്? ഉത്തരം കേരളം. ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തെ പ്രാദേശിക രാഷ്ട്രീയ പാർട്ടിയാണ് ഗ്വാണ്ടാന ഗണതന്ത്ര പാർട്ടി? ഉത്തരം ഛത്തീസ്ഗഡ്. ഷെൻഹുവ 15 എന്ന കപ്പൽ വാർത്താ പ്രാധാന്യം നേടിയത് എങ്ങനെയാണ്? ഉത്തരം വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യത്തെ കപ്പൽ. ചാന്ദ്രയാൻ 2 ഇടിച്ചിറങ്ങിയ ചന്ദ്രനിലെ പ്രദേശത്തിന് നൽകിയ പേര് എന്തായിരുന്നു? ഉത്തരം തിരങ്ക പോയിന്റ്. കാന്റിലിവർ മാതൃകയിലുള്ള രാജ്യത്തെ ഏറ്റവും വലിയ ചില്ലുപാലം? ഉത്തരം വാഗമൺ.
ഇന്ത്യയുടെ പഴയ പാർലമെന്റ് മന്ദിരം അറിയപ്പെടുന്ന പേര്? ഉത്തരം സംവിധാൻ സദൻ. ഒരു രാജ്യം ഒറ്റ തിരഞ്ഞെടുപ്പ് നിർദ്ദേശം പഠിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച ഹൈ ലെവൽ സമിതി അധ്യക്ഷൻ? ഉത്തരം രാംനാഥ് കോവിന്ദ്. താഴെ പറയുന്ന ഏത് കമ്പനിയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി അവരുടെ അധികാര പരിധിയിലുള്ള നിയന്ത്രിത സ്ഥാപനങ്ങളുടെ നിയന്ത്രണത്തിലും മേൽനോട്ടത്തിലും സഹകരണത്തിനായി ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത്? ഉത്തരം ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ സർവീസസ് സെന്റർ അതോറിറ്റി. ഗവേഷണ സ്ഥാപനമായ പ്രൈസ് പീപ്പിൾ റിസർച്ച് ഓൺ ഇന്ത്യാസ് കൺസ്യൂമർ എക്കണോമിക്സ് സംഘടിപ്പിച്ച സർവേയിൽ മധ്യവർഗ കുടുംബങ്ങളുടെ വളർച്ചയിൽ രാജ്യത്ത് മുന്നിലുള്ള നഗരം ഏതാണ്? ഉത്തരം മലപ്പുറം. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ PSLV 54 ദൗത്യത്തിലൂടെ വിക്ഷേപണം നടത്തിയ ഭൗമ നിരീക്ഷണ ഉപഗ്രഹം ഏതാണ്? ഉത്തരം EOS 6. ഉത്തരാഖണ്ഡ് ഹൈക്കോടതി ആസ്ഥാനം നൈനിറ്റാളിൽ നിന്ന് ഏത് സ്ഥലത്തേക്ക് മാറ്റാനാണ് തീരുമാനിച്ചത്? ഉത്തരം ഹൽദ്വാനി. 2023 നവംബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റിന് മിഥിലി എന്ന പേര് നൽകിയത് ഏത് രാജ്യമാണ്? ഉത്തരം മാലദ്വീപ്. താഴെ പറയുന്നവയിൽ ഏത് രാജ്യവുമായാണ് ഇന്ത്യ മെഗാ യുദ്ധാഭ്യാസ് സൈനിക അഭ്യാസം നടക്കുന്നത്? ഉത്തരം USA. താഴെ പറയുന്നവയിൽ ഏത് കേന്ദ്രഭരണ പ്രദേശമാണ് മെയിൻ ഫീ സുഭാഷ് ക്യാമ്പയിൻ ആരംഭിച്ചത്? ഉത്തരം ലഡാക്ക്. ജസ്റ്റിസ് ഫാത്തിമ ബീവിയുടെ കർമ്മ മേഖലകളെപ്പറ്റി ഏതാനും വിവരങ്ങൾ ചുവടെ നൽകുന്നു. ഇതിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? ഉത്തരം പ്രസ്താവനകളെല്ലാം ശരിയാണ്. ഇന്ത്യൻ നാവികസേനയുടെ പ്രൊജക്ട് 75ന്റെ ഭാഗമായി നിർമ്മിക്കപ്പെട്ട അന്തർവാഹിനികൾ ഏതൊക്കെയാണ്? ഉത്തരം ഓപ്ഷൻ A ഇവയെല്ലാം. ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ D എല്ലാ പ്രസ്താവനകളും ശരിയാണ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റല്ലാത്തത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ C എല്ലാ പ്രസ്താവനകളും ശരിയാണ്. 2023 മുതൽ G20യിൽ അംഗമായത് താഴെ പറയുന്നതിൽ ആരാണ്? ഉത്തരം ആഫ്രിക്കൻ യൂണിയൻ. ചാന്ദ്രയാൻ 3 വിക്ഷേപിച്ച തീയതി? ഉത്തരം 2023 ജൂലൈ 14. ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ അവതരിപ്പിച്ച ആദ്യ ബില്ലായ നാരി ശക്തി വദൻ അധിനിയം എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയാണ്? ഉത്തരം 106. 18ാം ലോക്സഭ നിലവിൽ വന്ന തീയതിയിൽ BJPക്ക് എത്ര സീറ്റ് ഉണ്ടായിരുന്നു? ഉത്തരം 240. 27 വർഷത്തെ പ്രവർത്തനത്തിന് ശേഷം അടുത്തിടെ സേവനം അവസാനിപ്പിച്ച ഇന്റർനെറ്റ് ബ്രൗസർ? ഉത്തരം ഇന്റർനെറ്റ് എക്സ്പ്ലോറർ.
താഴെ പറയുന്നവയിൽ സുരേഷ് ഗോപി കൈകാര്യം ചെയ്യാത്ത വകുപ്പ് ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ. PSLVയുടെ 60ാമത് ദൗത്യമായ PSLV-C-58 വിക്ഷേപിച്ചത് എന്നാണ്? ഉത്തരം 2024 ജനുവരി 1. ജില്ലകളുടെ ഒരു തനത് ഉൽപ്പന്നത്തെ വൈവിധ്യങ്ങളുടെ ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്ന പ്രധാനമന്ത്രി ഏകതാ മാൾ ആരംഭിക്കുന്നത് കേരളത്തിൽ എവിടെയാണ്? ഉത്തരം തിരുവനന്തപുരം. ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ കവാടങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി. ഉത്തരാഖണ്ഡിലെ സിൽക്കാര തുരങ്കത്തിൽ കുടുങ്ങിയ തൊഴിലാളികളെ പുറത്തെത്തിക്കാനായി നടത്തിയ രക്ഷാദൗത്യം. ഉത്തരം ഓപ്പറേഷൻ സുരംഗ്. 2023 ഡിസംബറിൽ പ്രകാശനം ചെയ്ത കുടുംബശ്രീ ഡിജിറ്റൽ മാഗസിൻ ഏതാണ്? ഉത്തരം മാതൃകം. കേരളത്തിലെ ഏത് നെല്ല് ഗവേഷണ കേന്ദ്രത്തെയാണ് MS സ്വാമിനാഥൻ നെല്ല് ഗവേഷണ കേന്ദ്രം എന്ന് പുനർനാമകരണം ചെയ്തത്? ഉത്തരം മങ്കൊമ്പ്. പുതിയ ഇന്ത്യൻ പാർലമെന്റ് മന്ദിരത്തിലെ പ്രഥമ സമ്മേളനം നടന്നത് എന്നാണ്? ഉത്തരം 2023 സെപ്റ്റംബർ 19. അടുത്തിടെ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിന് നഴ്സിംഗ് വിദ്യാഭ്യാസ മേഖലയിൽ സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം? ഉത്തരം കേരളം. നിക്ഷേപകരുടെ KYC രേഖകൾ ഇലക്ട്രോണിക് രൂപത്തിൽ പരിപാലിക്കുന്ന KYC രജിസ്ട്രേഷൻ ഏജൻസി ആരംഭിച്ചത് ആരാണ്? ഉത്തരം BSE ടെക്നോളജീസ്. താഴെ പറയുന്നവയിൽ ഏത് സംസ്ഥാനത്താണ് ടെറായ് ആന സംരക്ഷണ കേന്ദ്രത്തിന് കേന്ദ്ര ഗവൺമെന്റ് അംഗീകാരം നൽകിയത്? ഉത്തരം ഉത്തർപ്രദേശ്.